നമസ്കാരം. ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. യുവസംവിധായകൻ ഷാനവാസ് നരണിപ്പുഴ അന്തരിച്ചു. സൂഫിയും സുജാതയും കരി എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഷാനവാസ്. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലെത്തിച്ചെങ്കിലും രാത്രി 10:20 മരണം സംഭവിക്കുകയായിരുന്നു. ഗോകുൽ രവി വിവരങ്ങളുമായി. ഗോകുൽ, വളരെ പെട്ടെന്ന് കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടേഴ്സ് പറയുന്നത് എന്താണ്? സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് തീരുമാനമായോ? അനുജ, ആംബുലൻസ് ഏറെ വേഗത്തിൽ പാഞ്ഞെങ്കിലും ഷാനവാസിന്റെ ജീവൻ നിലനിർത്താൻ നമുക്കായില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. കോയമ്പത്തൂരിൽ നിന്ന് അതിവേഗം കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിച്ചെങ്കിലും ഇവിടെ എത്തുമ്പോഴേക്കും യാത്രക്കിടയിൽ ഒരു തവണ കൂടി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് 10:20 ഷാനവാസിന്റെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. 5 ഡോക്ടർമാരുടെ സംഘം ആസ്റ്റർ മെഡിസിറ്റിയിൽ അദ്ദേഹത്തെ എത്തിച്ചത് മുതൽ തീവ്ര പരിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ CPR ഉൾപ്പെടെ നൽകിക്കൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ശ്രമത്തിലായിരുന്നു അവർ. മറ്റ് ചികിത്സകളിലേക്ക് കടക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം ഇതിനിടയിൽ തന്നെ, യാത്രക്കിടയിൽ തന്നെ ഒരിക്കൽ കൂടി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു. 18-ാം തീയതിയാണ് അട്ടപ്പാടിയിൽ വെച്ച് പുതിയ സിനിമയുടെ തിരക്കഥയുടെ പണികൾക്കിടയിൽ വെച്ച് അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നു. തുടർന്ന് രക്തസ്രാവം ഉൾപ്പെടെ അങ്ങേയറ്റം മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി. തുടർന്നാണ് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ എത്തിച്ചതും അവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ഇന്നലെ മുതൽ അദ്ദേഹം കഴിഞ്ഞു വന്നിരുന്നത്. ഇന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ചികിത്സ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകും എന്ന പ്രതീക്ഷയിലാണ് സുഹൃത്തുക്കൾ മുൻകൈയെടുത്ത് ഇന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഏതായാലും 10:20 അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ മൃതദേഹം മലപ്പുറം പൊന്നാനിയിലെ നരണിപ്പുഴയിലാണ് ഷാനവാസിന്റെ വീട്. അവിടേക്ക് കൊണ്ടുപോകും. നാളെയാവും സംസ്കാരം ഉണ്ടാവുക. സംസ്കാരത്തിന്റെ സമയം സംബന്ധിച്ച് തീരുമാനമുണ്ടായിട്ടില്ല. ഏതായാലും രാത്രി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുപോകും. യുവ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴ അന്തരിച്ചു. സിസ്റ്റർ അഭയ കൊലക്കേസിൽ 1-ാം പ്രതി ഫാദർ തോമസ് എം കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും 3-ാം പ്രതി സെഫിക്ക് ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ച് കോടതി. തോമസ് കോട്ടൂർ 6.5 ലക്ഷവും സെഫി 5.5 ലക്ഷം രൂപയും പിഴയൊടുക്കാനും തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധിച്ചു. തോമസ് എം കോട്ടൂർ കൊലക്കുറ്റത്തിനും കൊലപ്പെടുത്താനായി കോൺവെന്റിൽ അതിക്രമിച്ച് കയറിയതിനും യഥാക്രമം ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കണം. ഇരട്ട ജീവപര്യന്തമാണെങ്കിലും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. തെളിവ് നശിപ്പിച്ച കുറ്റത്തിനുള്ള 7 വർഷം തടവും ഇതിനൊപ്പം അനുഭവിക്കണം. 3-ാം പ്രതി സെഫിക്കെതിരെ കൊലക്കുറ്റത്തിനും തെളിവ് നശിപ്പിക്കലിനും ജീവപര്യന്തം തടവ് കോടതി ശിക്ഷ വിധിച്ചു. 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. അഭയ കൊലക്കേസ് വിധി പ്രതികൾക്കുള്ള ദൈവശിക്ഷയെന്ന് കേസ് മുൻപ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥൻ വർഗീസ് P. തോമസ്. വിധിയിൽ വിയോജിപ്പോ ശിക്ഷ കുറഞ്ഞുപോയി എന്ന തോന്നലോ ഇല്ല. ജോസ് പുത്രക്കയിലിനും ഇതേ ശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മുൻ CBI DYSP വർഗീസ് P. തോമസ് പറഞ്ഞു. ശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട് ന്യായമായ ശിക്ഷ കോടതി കൊടുത്തു എന്നുള്ളതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. എൻ്റെ ജോലി കൃത്യമായി ഞാൻ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോഴത്തെ ഈ വിധി. അത് കാരണം എനിക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സാമാന്യ നീതി അത് ഈ കേസിൽ ഈ ശിക്ഷ വിചാരണ നേരിടാത്ത ആ വൈദികനും ഇതേ ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അഭയയ്ക്ക് നീതി ലഭിച്ചതായി ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രതികരിച്ചു. വിധി കോടതിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ജനങ്ങൾക്ക് കോടതിയോടുള്ള വിശ്വാസം വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട്. 100% നീതി ലഭിച്ചു എന്ന്. വൈകി വന്ന നീതി ക്ഷേത്രത്തിൽ തുല്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് 100% വൈകി വന്നിട്ടും കിട്ടി എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. അഭയ കേസിൽ ഒരു ദൈവിക ശക്തിയുണ്ട്, അഭയയ്ക്കൊരു ദൈവിക ശക്തി ഉണ്ടെന്ന് പറയുന്നു. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് വിധിയെന്ന് അഭയയുടെ സഹോദരൻ ബിജുവും പ്രതികരിച്ചു. ഇത് കേരള ജനത എല്ലാവരും വളരെ ആഗ്രഹിച്ചിരുന്നതും ഓരോ വീട്ടിലും ഓരോ ദിവസവും അന്വേഷിച്ചിരുന്ന കേസിൻ്റെ റിസൾട്ടാണെന്ന് തോന്നുന്നു. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനോ എനിക്കുള്ള ക്രെഡിറ്റ് അല്ല, നമ്മുടെ കേരളത്തിൻ്റെ ക്രെഡിറ്റാണ്. കാരണം ഓരോ വ്യക്തികളും ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്, ഓരോ ദിവസങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു അന്തിമം ഉണ്ടായേക്കാണ്. അതിന് ഒത്തിരി നന്ദിയുണ്ട്, എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്, സഹായിച്ച ഓരോ ആൾക്കാരോടും. പക്ഷേ പിന്നെ ഇനിയിപ്പം അവർ നാളെ അപ്പീലിന് പോകും, അല്ലെങ്കിൽ അതിന് മുകളിൽ പോകും. അവർക്ക് അസുഖങ്ങളാണ്, ഓരോ അസുഖക്കാരാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്, പ്രമേഹ കേസാണ്. എന്തായാലും
എന്തായാലും അവർ ശിക്ഷിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെ. പക്ഷെ അവർക്ക് ശിക്ഷ കൊടുത്തു. അപ്പം കേരളത്തിലുള്ള ജനങ്ങളാണ് സംതൃപ്തിയായത്. അഭയ കൊലപാതക കേസിൽ CBI കോടതി ശിക്ഷിച്ച പ്രതികളെ ന്യായീകരിച്ച് ജ്ഞാനായ കത്തോലിക്ക സഭ. തോമസ് എം കോട്ടൂരിനും സെഫിക്കുമെതിരായ ആരോപണങ്ങൾ അവിശ്വസനീയമെന്ന് കോട്ടയം അതിരൂപത പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ നൽകാനും നിരപരാധിത്വം തെളിയിക്കാനും പ്രതികൾക്ക് അവകാശമുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ സഭാ നേതൃത്വം വ്യക്തമാക്കി. സിസ്റ്റർ അഭയയുടെ മരണം നിർഭാഗ്യകരമാണെന്ന് 28 വർഷത്തിനു ശേഷം സഭാ നേതൃത്വം പ്രതികരിച്ചു. അഭയ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി എറണാകുളം മുൻ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് രഘുനാഥ് VT. പയസ്റ്റൻസ് കോൺവെന്റിൽ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താൻ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ അന്നത്തെ രജിസ്ട്രാറും പിന്നീട് ഹൈക്കോടതി ജഡ്ജിയുമായ AV രാമകൃഷ്ണപിള്ള തന്നെ വിളിച്ച് നടപടി ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതായി രഘുനാഥ് പറയുന്നു. ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് വിളിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റിട്ടയർഡ് ജസ്റ്റിസ് സിറിയക് ജോസഫാണ് ഇതിന് പിന്നിലെന്ന് പിന്നീട് മാധ്യമങ്ങളിലൂടെയും മറ്റും പറഞ്ഞു കേട്ടെന്ന് രഘുനാഥ് 24-നോട് പറഞ്ഞു. പോകണ്ട. അപ്പം ഞാൻ ചോദിച്ചു, സാർ അതെന്താ, അതൊരു എൻ്റെ ഒരു ജുഡീഷ്യൽ ഓർഡർ അല്ലേ, അത് ഹൗ കൻ ഐ ക്യാൻസൽ ഇറ്റ്? അപ്പം പറഞ്ഞു അതൊരു ജഡ്ജിയുടെ ഡയറക്ഷനാണെന്ന് പറഞ്ഞു. പിന്നീട് പല കാര്യങ്ങളെ കൊണ്ടും പല മാധ്യമങ്ങളും എല്ലാം പറഞ്ഞു കേട്ട വ്യക്തി സിറിയക് ജോസഫ് എന്ന് പറഞ്ഞ ജഡ്ജിയെയാണ് എല്ലാവരും അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആളെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് നേരിട്ടറിവില്ലാത്തത് കൊണ്ട് അത് യെസ് എന്ന് പറയാൻ പറ്റില്ല. രജിസ്ട്രാർ എന്ന് പറഞ്ഞത് രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ AV രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ രജിസ്ട്രാറിനെയായിരുന്നു. ഇതിനിടെ അഭയ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ തന്റെ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിലെ പ്രത്യേക ദൂതൻ വന്നു കൊണ്ടുപോയതായും രഘുനാഥ് പറഞ്ഞു. സൈറ്റ് ഇൻസ്പെക്ഷനുള്ള തന്റെ ഉത്തരവ് ഹൈക്കോടതി പിന്നീട് സ്വമേധയാ റദ്ദാക്കി. പിന്നാലെ എറണാകുളം സബ് ജഡ്ജായി ട്രാൻസ്ഫർ ചെയ്തു. കേസിൽ ഉൾപ്പെട്ട ഉന്നതരുടെ സ്വാധീനം ഇതിലുണ്ടായിരിക്കാമെന്നും രഘുനാഥ് അഭിപ്രായപ്പെട്ടു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങിയ സമയത്ത് സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ അഭയ കേസിന്റെ റെക്കോർഡ്സ് മുഴുവൻ ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ വന്നിട്ട് എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അതും അവിടെ അവസാനിക്കുന്നില്ല. ഒരു നാലാമത്തെയോ ദിവസം അതാ എനിക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫർ CJN പോസ്റ്റിൽ നിന്ന് തന്നെ കൊച്ചി സബ് ജഡ്ജിയായിട്ട് ട്രാൻസ്ഫർ. അത്രയും സ്വാധീനം ഇതിലെ ഈ കുറ്റകൃത്യം ചെയ്തു പ്രതികൾ സ്ഥാനത്ത് വരാത്ത ആൾക്കാർക്ക് അത്രയും സ്വാധീനം ഉണ്ടെന്നുള്ളതാണ്. മലയാളത്തിന്റെ പ്രിയ കവയിത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായി സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കോവിഡ് രൂക്ഷമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 10:52 സുഗതകുമാരി ടീച്ചറുടെ മരണം. അയ്യങ്കാളി ഹാളിൽ സുഗതകുമാരിയുടെ ഛായാചിത്രത്തിൽ നിരവധി പ്രമുഖർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ സുഗതകുമാരി ടീച്ചർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. തൈക്കാട് ശാന്തി കവാടത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സംസ്കാരം. കവയിത്രി സുഗതകുമാരിയുടെ വിയോഗത്തിൽ വിതുമ്പി സാംസ്കാരിക കേരളം. മുഖ്യമന്ത്രി, കലാ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പ്രകൃതിയുടെയും സ്ത്രീയുടെയും കണ്ണീരിനൊപ്പം നിന്ന കവയിത്രിയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കേരളം കണ്ട ഏറ്റവും മികച്ച ആക്ടിവിസ്റ്റും പ്രകൃതി സ്നേഹിയുമാണ് സുഗതകുമാരി എന്ന് T. പത്മനാഭൻ പറഞ്ഞു. സുഗതകുമാരി ഒരു കവി എന്നതിലും അപ്പുറം കേരളം കണ്ട ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ്, പ്രകൃതി സ്നേഹി, പ്രകൃതി നിലനിർത്തുവാൻ പോരാടിച്ച ഒരു വ്യക്തി. ഭൂമിയുടെ നിലനിൽപ്പിനെ പറ്റി ഉത്കണ്ഠപ്പെട്ടിരുന്ന വ്യക്തിത്വം എന്നായിരുന്നു MT വാസുദേവൻ നായരുടെ പ്രതികരണം. അവർ വലിയ കവിയായിരുന്നു. അവർക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ടല്ല, അവരുടെ കവിത അത്രയും ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള മാനവികതയ്ക്ക് വേണ്ടിയിട്ട് നിലനിന്നിരുന്ന ഒരു കവിയാണ്. കാലഘട്ടത്തിൻ്റെ മുഴുവൻ ഉത്കണ്ഠകളും വേദനകളും കൊണ്ടു നടന്നിരുന്ന ഒരു കവിയാണ് സുഗത. അവർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട കവയിത്രി എന്ന് മന്ത്രി AK ബാലൻ. മലയാള ഭാഷയുടെയും
പ്രകൃതിയുടെയും അക്ഷരാർത്ഥത്തിൽ കാവലാളായിരുന്നു പ്രിയപ്പെട്ട സുഗതകുമാരി. കവയിത്രി, പ്രകൃതി സംരക്ഷക, ഭാഷാ സംരക്ഷക, നിരാലംബരുടെ സംരക്ഷക എന്നീ നിലകളിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയവർ സ്ത്രീകളുടെ സുരക്ഷ, കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടും ശക്തമായി നിലകൊണ്ടു. പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പിടിവാശി ചൂണ്ടിക്കാട്ടി ഗവർണർ. പോലീസ് നിയമ ഭേദഗതിയും തദ്ദേശ ബില്ലും ഓർമ്മിപ്പിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് മനംമാറ്റമുണ്ടാകുമെന്ന് കരുതി പോലീസ് നിയമ ഭേദഗതി 3 ആഴ്ച പിടിച്ചുവെച്ചതായി വെളിപ്പെടുത്തി. ഒടുവിൽ താൻ ഒപ്പിട്ടെങ്കിലും ഒരാഴ്ചക്കകം ഭേദഗതി മുഖ്യമന്ത്രി പിൻവലിച്ചെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. തദ്ദേശ ബോർഡ് ഓർഡിനൻസിലും സമാന സംഭവമുണ്ടായി. കത്ത് ചോർത്തിയതിലും അതൃപ്തി വ്യക്തമാക്കി ഗവർണർ. അതീവ രഹസ്യമെന്നെഴുതിയ കത്ത് മുഖ്യമന്ത്രി തന്നു. എന്നാൽ കത്തിലെ വിവരങ്ങൾ അതിനു മുൻപേ വാർത്താ ചാനലിലൂടെ അറിഞ്ഞത് വേദനിപ്പിച്ചെന്നും ഗവർണർ പറഞ്ഞു. പ്രത്യേക നിയമസഭാ സമ്മേളനം എന്ത് അടിയന്തര പ്രാധാന്യ വിഷയത്തിനെന്ന ഗവർണറുടെ ചോദ്യത്തിന് പരോക്ഷ മറുപടിയുമായി മുഖ്യമന്ത്രി. ഭക്ഷ്യക്ഷാമമുണ്ടായാൽ ആദ്യം ബാധിക്കുക കേരളത്തെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ കർഷകരുടെ വിഷമതകൾ കേരളത്തെയും ബാധിക്കും. എന്നാൽ ഗവർണറുമായി സംസ്ഥാന സർക്കാർ പരസ്യ ഏറ്റുമുട്ടലിനില്ല എന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമമുണ്ടായാൽ കേരളത്തെ ബാധിക്കില്ലേ? ആദ്യം ബാധിക്കുന്നത് കേരളത്തെയായിരിക്കും. കാരണം നമ്മള് പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തമല്ല. രാജ്യത്ത് ഭക്ഷ്യരംഗത്തുണ്ടാകുന്ന പ്രതിസന്ധി വലിയ തോതിൽ നമ്മുടെ നാട്ടിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭത്തിന്റെ കൂടെ വലിയ തോതിൽ പങ്കുചേരാൻ നമ്മുടെ നാടും തയ്യാറാകുന്നത്. ഗവർണറുടെ നടപടി ഭരണഘടനാ പദവിയുടെ നിലവാരം പരിഗണിക്കാതെയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. നിയമസഭയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും ഗവർണർ ഭരണഘടനാനുസൃതമായി പെരുമാറണമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥന നിരാകരിക്കുക വഴി ഒരു തെറ്റായ കീഴ്വഴക്കമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, ഗവൺമെന്റ് ഈ നിയമസഭയിൽ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് മുൻകൂട്ടി ഗവർണറെ അറിയിച്ചിട്ടല്ല നിയമസഭ പ്രവർത്തിക്കുന്നു. കേരളത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുകയാണ് ഗവർണർ ചെയ്യുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും അടിയന്തര സ്വഭാവം എന്തെന്ന് ചോദിക്കാൻ ഭരണഘടന ഗവർണറെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. കേരളത്തിന്റെ അവകാശത്തെ നിയന്ത്രിക്കുകയാണ് ഗവർണർ ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റ് ഒരു നിയമസഭ വിളിച്ചു കൂട്ടണം എന്ന് ചോദിച്ചാൽ ആ അടിയന്തര സ്വഭാവം എന്താണ് എന്ന് ചോദിക്കാൻ ഭരണഘടന സ്പീക്കറെ ചുമതലപ്പെടുത്തിയിട്ടില്ല, ഗവർണറെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്, തെറ്റാണ്. പക്ഷേ അതൊരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ആ നടപടി അതിനെ തുടർന്ന് ഇന്ന് സഭ കൂടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ ഗവർണർക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ഒരുപോലെ നിലപാട് കടുപ്പിച്ച UDF. ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണെന്ന് UDF കുറ്റപ്പെടുത്തി. ഗവർണറുടെ നടപടിയെ ശക്തമായി എതിർക്കാൻ സംസ്ഥാന സർക്കാരിനായില്ലെന്നും സർക്കാർ ആരെയോ ഭയപ്പെടുന്നുവെന്നും UDF ആരോപിച്ചു. ഗവർണർ അനുമതി നൽകാത്തതിൽ സഭാ സമ്മേളനം ഒഴിവാക്കിയെങ്കിലും UDF MLA-മാർ ഇന്ന് സഭയിലെത്തി കക്ഷിയോഗം ചേർന്നു. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിലയിരുത്തിയ യോഗം കേന്ദ്രത്തിന്റെ കാർഷിക നിയമത്തിനെതിരെ പ്രമേയവും പാസാക്കി. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് നിയമസഭ വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെട്ടാൽ അത് നിരാകരിക്കുവാൻ ഗവർണർക്ക് ഒരു സാഹചര്യത്തിലും അവകാശമില്ല. ഈ ഗവർണറുടെ നടപടിയോടുള്ള കേരള ഗവൺമെന്റിന്റെ സമീപനത്തിൽ ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. ഗവൺമെന്റ് ആരെയോ ഭയപ്പെടുന്നു, കേന്ദ്ര ഗവൺമെന്റിനെ ഭയപ്പെടുന്നു, പ്രധാനമന്ത്രിയെ ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾക്ക് സംശയം. ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും ആ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഗവർണർക്ക് സാധ്യമല്ലെന്നും O. രാജഗോപാൽ MLA. ഭൂരിപക്ഷമുള്ള സർക്കാർ പറയുന്നത് അതേപടി അനുസരിക്കണമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. ഗവർണറുടെ അധികാരത്തെ മാറ്റാനോ കൽപ്പിക്കാനോ മുഖ്യമന്ത്രിക്ക് അധികാരമില്ലെന്നും മുഖ്യമന്ത്രിയുടേത് ശുദ്ധ രാഷ്ട്രീയമാണെന്നും തർക്കം ഒഴിവാക്കി സമരസപ്പെട്ടുള്ള സമീപനമാണ് വേണ്ടതെന്നും O. രാജഗോപാൽ 24-നോട് പറഞ്ഞു.
ഒരു പ്രത്യേക നിയമസഭ വിളിച്ചു കൂട്ടണം എന്നുള്ള നിലയ്ക്ക് അതിന് ഗവർണറുടെ നിലപാട് ഇവിടെ യുക്തിയുക്തമാണ്. അതിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശി കാണിക്കുകയാണ് മുഖ്യമന്ത്രി. ഗവർണറുടെ അധികാരത്തെ മാറ്റിക്കളയാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കില്ല. രണ്ടുപേരും കൂടി യോജിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും അവകാശമുണ്ട്. ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ കത്ത് തള്ളി കർഷക സംഘടനകൾ. ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും തുറന്ന മനസ്സോടെയും സതുദ്ദേശത്തോടെയും സർക്കാർ സമീപിക്കണം. ചർച്ചയ്ക്കുള്ള അനുകൂല സാഹചര്യം ഒരുക്കണം. പ്രതിപക്ഷ പാർട്ടികളെ നേരിടുന്ന പോലെയാണ് കർഷകരെ നേരിടുന്നത്. കർഷകർ മടുത്ത് തിരിച്ചു പോകുമെന്നാണ് സർക്കാരിന്റെ ചിന്ത. കർഷക സംഘടനകളെ അപകീർത്തിപ്പെടുത്താനും കർഷകരുടെ മനോവീര്യം തകർക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നും കർഷക സംഘടനകൾ ആരോപിച്ചു. അതേസമയം കർഷക ദിനമായ ഇന്ന് കർഷക സംഘടനകൾ രാജ്യവ്യാപക പ്രതിഷേധമുയർത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 2 കോടി ആൾക്കാർ ഒപ്പിട്ട നിവേദനം നാളെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ കർഷക പ്രക്ഷോഭ വേദികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പ്രചാരണത്തിന് പിന്നിൽ CPIM എന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. UDFന്റെ 19-ൽ 15 എംപിമാർക്കും കോവിഡ് പിടിപെട്ടു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ തുടക്കം മുതൽ കോൺഗ്രസ് കർഷകർക്കൊപ്പമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. സിംഗുവിലെ പ്രക്ഷോഭ വേദി സന്ദർശിക്കവെയാണ് കൊടിക്കുന്നിൽ സുരേഷ് 24നോട് സംസാരിച്ചത്. കോൺഗ്രസ് എംപിമാർ, പ്രത്യേകിച്ചും ഈ കേരളത്തിലുള്ള കോൺഗ്രസ് എംപിമാർ ഇതുവരെയും ഈ പ്രക്ഷോഭ വേദികളിൽ എത്തുന്നില്ല, അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തുടങ്ങിയ വലിയ തോതിലുള്ള ഒരു പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതിന് പിന്നിൽ ഇടതുപക്ഷമാണുള്ളത്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയാണുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയവൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സ്വഭാവം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളിലും എല്ലാം തന്നെ ഞങ്ങൾ മുമ്പിലുണ്ട്, ഞങ്ങൾ സജീവമായിട്ടുണ്ട്. പക്ഷേ CPM ഇതൊന്നും കാണാൻ അവർ തയ്യാറില്ല. കാരണം കേരളത്തിൽ നിന്ന് 19 എംപിമാർ ജയിച്ചത് മഹാ അപരാധമായി ഇപ്പോഴും കാണുന്നവരാണ്. വിജയത്തെ അംഗീകരിക്കാൻ ഇതുവരെയും തയ്യാറാകാത്ത മാനസികാവസ്ഥയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും കേരളത്തിലെ എംപിമാർക്കെതിരായി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്. കുഞ്ഞാലിക്കുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും MP സ്ഥാനം രാജിവെക്കുന്നതിനും മുസ്ലിം ലീഗ് തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാനും UDFന് ശക്തി പകരുന്നതിനുമാണ് PK കുഞ്ഞാലിക്കുട്ടിയിലൂടെ മുസ്ലിം ലീഗിന്റെ ശ്രമം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ ലോകസഭ മെമ്പറായി തുടരുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേരള രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് തിരിച്ചു വരണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉള്ള തീരുമാനമുണ്ട്. ആ തീരുമാനത്തോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ലോകസഭ തിരഞ്ഞെടുപ്പ് കൂടി നടത്താനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനം മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി എടുക്കുകയും ഇന്നത്തെ പ്രവർത്തക സമിതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. തീരുമാനം വ്യക്തിപരമല്ലെന്നും മുന്നണിയുടെയും പാർട്ടിയുടെയും ആവശ്യപ്രകാരമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ സേവനം സംസ്ഥാനത്ത് അനിവാര്യമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. നല്ല തീരുമാനമാണ്. കാരണം ഇപ്പം തന്നെ അധികം ഒഴിഞ്ഞതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ്റെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ പറ്റും. അപ്പം നന്നായി കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേവനം ലഭ്യമാവും. UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഡൽഹിയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യം കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ തീരുമാനം എടുത്തു കാണുക. എന്നാൽ നീക്കം ജനങ്ങളെ പരിഹസിക്കുന്നതാണെന്ന് K സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. സ്വന്തം നാട്ടിലെ വോട്ടർമാരെ അപഹസിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യത്തെ കളിയാക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയും UDF നേതൃത്വവും. മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള പുറപ്പാടാണ് ഇപ്പോൾ ലീഗ് കാണിക്കുന്നത്. കോൺഗ്രസിനെ അപ്രസക്തമാക്കിക്കൊണ്ട് UDFന്റെ നേതൃത്വം ലീഗ് ഏറ്റെടുക്കുകയാണ്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടി ഒരു ദിവസം രാവിലെ ഡൽഹിയിൽ നിന്ന് മടങ്ങി കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ എന്തുണ്ടാക്കാനാണ്? ഇത് കോൺഗ്രസിനെ ദുർബലമാക്കി മുസ്ലിം ലീഗിന് നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. ലീഗ് തീരുമാനത്തിൽ പരിഹാസവുമായി മന്ത്രി KT ജലീൽ. 2021 ലീഗിന് ഭരണമില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഐക്യരാഷ്ട്രസഭയിലേക്ക് പോകുമോ എന്ന് ജലീൽ ചോദിച്ചു. UDFന്റെ ഹെഡ്മാർഷായി പ്രതിപക്ഷ നേതാവാകാനാണോ കുഞ്ഞാലിക്കുട്ടിയുടെ വരവെന്നും KT ജലീൽ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു KT ജലീലിന്റെ പരിഹാസം. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.